സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് രാവിലത്തെ തൊട്ട് ഈ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത് മുൻ മേയറും മുൻ മേയർ തിരുവനന്തപുരത്തെ മേയറും ഇപ്പോഴത്തെ MLA-യുമായിട്ടുള്ള VK പ്രശാന്തും ഇപ്പോൾ കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ മാഡവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അവരുടെ രണ്ടുപേരുടെ ഓഫീസ് അടുത്തടുത്താണ്. അത് ഒരാൾക്ക് കുറവാണ് സ്ഥലം, ഒരാൾക്ക് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളാണ്. നമ്മൾ എളുപ്പമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ചർച്ചകളിലൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു പിടിയും കിട്ടുന്നില്ല സംഭവം എന്തുവന്ന്. കോർപ്പറേഷൻ്റെ സ്ഥലമാണ്. ആക്ച്വലി ഒരു ശ്രീലേഖ മാഡത്തിനെ ഒരു MLA-യോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാനുള്ള അധികാരമൊന്നുമില്ല. അതിനവർ നിയമപരമായിട്ടുള്ള മാർഗ്ഗമായിരുന്നു നോക്കേണ്ടത്. അത് ചെയ്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അത് കഴിഞ്ഞിട്ട് പല ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ശ്രീലേഖ മാഡം ഇങ്ങനെ പറയണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ലീസിനിരിക്കുക, ഇത്ര വർഷത്തെ ഇതുണ്ട്, ഇത് കോർപ്പറേഷൻ്റെ സ്ഥലമാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഈ വർഷങ്ങളായിട്ട് കോർപ്പറേഷൻ ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റിൽ ഒരു കാര്യം, ഇപ്പോഴെ ഒരു വൈകിട്ട് ഒരു ശബരിനാഥ് ഒരു റിപ്പോർട്ടർ ചാനലിലെ ആൾക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ കാര്യം നമുക്ക് മനസ്സിലായത്. ഈ പ്രശാന്ത് MLA ഇരിക്കുന്ന സ്ഥലം കോർപ്പറേഷൻ്റെയാണ്. അതിന് വെറും 834 രൂപ മറ്റേ വാടക കൊടുക്കുന്നുള്ളൂ. അത് ശബരിനാഥ് പറഞ്ഞില്ല, വേറൊരു ആളുടെ ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ 834 രൂപ വെറും വാടകയ്ക്ക് കൊടുക്കുന്നു. ഇത്ര സ്ഥലത്തിന് കോർപ്പറേഷനോട് സാധാരണ മേടിക്കുന്നത് 15,000 രൂപയാണ്. അപ്പോൾ അത് കാരണമാണ് ഇവർ മാറാത്തത്. കാര്യം ഇവരായിരുന്നു പണ്ട് തൊട്ടേ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ആനുകൂല്യം വെച്ചിട്ട് മാറാതിരിക്കുന്നു. പിന്നെ ഇതിനു മുമ്പ് അവിടുത്തെ കോർപ്പറേറ്ററായിരുന്ന BJP-കാരന് പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങ് സഹിച്ചു പോവുകയായിരുന്നു എന്നൊക്കെയാണ്. പുള്ളി അതിനാണ് സഹിക്കേണ്ടത്. പുള്ളിക്ക് സ്ഥലമില്ലായിരുന്നു. ഇത് പുള്ളി പറയുമായിരുന്നത് കോർപ്പറേഷൻ്റെ സ്ഥലമാണ്, എനിക്ക് അവകാശപ്പെട്ടതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നതിനകത്ത് യാതൊരു ന്യായവുമില്ല. അദ്ദേഹം ഒരു നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ശ്രീലേഖ മാഡം ഏതായാലും ഇത് പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്, പറഞ്ഞതിന് കാര്യമുണ്ട്. പക്ഷെ പറയേണ്ട രീതി ഇതല്ലായിരുന്നു, അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത്. നിയമപരമായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇദ്ദേഹം ഇവിടെ കടിച്ചു തൂങ്ങുന്നതിൻ്റെ കാര്യം 64,000 ചില്ലുവാനും രൂപ ഇദ്ദേഹത്തിന് ഈ അലവൻസും ബോണസും ഒക്കെ ആയിട്ട് മാസം കിട്ടുന്നുണ്ട്. ആ 64,000 നിന്ന് പുള്ളിക്കാരൻ ഇത് ചിലവാക്കുന്ന വെറും 830 രൂപയാണ്. ഈ 830 രൂപ സാധാരണക്കാർക്ക് കടയുമൊക്കെ ആയിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് കോർപ്പറേഷൻ ഇത്ര സ്ഥലത്തിന് 15,000 രൂപ. അദ്ദേഹത്തിൽ നിന്ന് വെറും 830 രൂപ മേടിക്കുന്നു. ഇത് ഏതായാലും തെറ്റായിട്ടുള്ളൊരു നടപടി തന്നെയാണ്. ഈ പ്രശാന്തിൻ്റെ നിന്ന് വർഷങ്ങൾ 830 അല്ല 15,000 രൂപയെങ്കിലും വാടക മുൻകാല പ്രബന്ധത്തോടെ മേടിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.